ഇന്നത്തെ യൂത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൈറ്റ് വണ്ടിയിൽ പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾ ഏകദേശം ഒരു 150ഓളം ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾ ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ കളർ കോഡില്ല. ഇപ്പോൾ ATP വണ്ടികൾക്ക് ഓട്ടം കൂടുതലും കോൺട്രാക്ട് ഗാരേജ് വണ്ടികൾക്ക് ഓട്ടം കുറവുമാണ്. ആ സാഹചര്യത്തിൽ കോളേജുകൾ ട്രിപ്പുകളും ചില നല്ല ട്രിപ്പുകളും എല്ലാവരും കളർഫുൾ വണ്ടികളെയാണ് ആശ്രയിക്കുന്നത്. രാജ്യത്തെ 2 നിയമം എന്ന് പറയുന്നതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ കളർ കോഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ KSRTC ഗവൺമെന്റിനെ പറയുമല്ല, KSRTC വണ്ടികൾ ഇപ്പം കളർഫുൾ ആണ്. പുറകിൽ വരെ കഥകളി പടമുള്ള വണ്ടികളുണ്ട്. നമസ്കാരം. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള ബസ്സുകൾ കേരളത്തിൽ കളർഫുള്ളായി നിരത്തിലോടുമ്പോൾ കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങൾക്ക് ഓട്ടം ലഭിക്കുന്നില്ലെന്ന് ബസ് ഉടമ ലാൽജിത്തിന്റെ പരാതി. ATP പെർമിറ്റ് വാഹനങ്ങൾക്ക് ഏകീകൃത കളർ കോഡ് ബാധകമല്ലാത്തതിനാൽ ഏത് കളറും ബസ്സുകൾക്ക് ഉപയോഗിക്കാം. അതിനാൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിനോദയാത്രയ്ക്കായി ATP പെർമിറ്റുള്ള ബസ്സുകളാണ് വാടകയ്ക്ക് വിളിക്കുന്നത്. ഇതുമൂലം കേരളത്തിലെ കോൺട്രാക്ട് ക്യാരേജ് ബസ് ഉടമകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതിനാൽ ഏകീകൃത കളർ കോഡ് എത്രയും വേഗം പിൻവലിക്കണമെന്ന് ലാൽജിത്ത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി അപകടവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ ചില പരാമർശങ്ങളും ചില സംഘടനകളും മുൻകൈ എടുത്തിട്ടാണ് STA ബോർഡിലേക്ക് കളർ കോഡ് ഏകീകൃത കളർ കൊണ്ടുവരണമെന്ന് കോൺട്രാക്ട് കാരേജിന് കൊണ്ടുവരണമെന്നുള്ളൊരു ആപ്ലിക്കേഷൻ STA ബോർഡിലേക്ക് പോകുന്നതും അത് ആ അപകടവും കോടതിയുടെ പരാമർശവും എല്ലാം കൂടെ കണക്കിലെടുത്ത് STA ബോർഡ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾ ഏകദേശം ഒരു 150ഓളം ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾ ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്, കർണാടക, അതർ സ്റ്റേറ്റ് വണ്ടികളുമുണ്ട്. അത് ഫുള്ളി കളർഫുള്ളായിട്ടുള്ള വണ്ടികളാണ്. അവർ കളർ കോഡില്ല. ഇന്നത്തെ യൂത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൈറ്റ് വണ്ടിയിൽ പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ കോളേജുകൾ ട്രിപ്പുകളും ചില നല്ല ട്രിപ്പുകളും എല്ലാവരും കളർഫുൾ വണ്ടികളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ATP വണ്ടികൾക്ക് ഓട്ടം കൂടുതലും കോൺട്രാക്ട് ഗാരേജ് വണ്ടികൾക്ക് ഓട്ടം കുറവുമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ 2 നിയമം എന്ന് പറയുന്നതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ കളർ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. വാഹനമെല്ലാം ഒന്ന് തന്നെയാണ്. 19 സീറ്റ് തൊട്ട് മേപ്പോട്ട് 49 സീറ്റ് വരെയുള്ള വണ്ടികൾക്കാണ് കളർ കോഡ് ബാധകമായിട്ടുള്ളത്. അതിൽ താഴോട്ടുള്ള വണ്ടികൾക്കുമില്ല. ATP വണ്ടികൾക്ക് കളർ കോഡില്ല. അപ്പം ഈ കോൺട്രാക്ട് ഗാരേജ് എന്തിനാണ് അത് മാത്രമായിട്ട് കളറിൽ ഓടേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ഒരു ചോദ്യം. അതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതും STA എല്ലാവരും പരാതി കൊടുത്തത്. അന്ന് അപകടമുണ്ടായത് കളർഫുൾ വണ്ടികളായതുകൊണ്ട് മുന്നിലും പിന്നിലും വരുന്ന ഡ്രൈവർമാരുടെ അറ്റൻഷൻ നഷ്ടപ്പെടുന്നു എന്നാണ് കോടതി അതിനെ പരാമർശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഓടുന്ന ATP 150 വണ്ടികൾ കേരളത്തിലാടുന്നു. KSRTC വണ്ടികൾ, നമ്മൾ ഗവൺമെൻറ്റിനെ പറയുമല്ല, KSRTC വണ്ടികൾ ഇപ്പം കളർഫുള്ളാണ്. പുറകിൽ വരെ കഥകളി പടമുള്ള വണ്ടികളുണ്ട്. ATP വണ്ടികൾ ഡിഫറെൻറ്റ് കളേഴ്സ് 3D ഡിസൈൻസുമായിട്ടാണ് അത് ഇറങ്ങുന്നത്. 19 സീറ്റ് വരെയുള്ള വണ്ടികൾ കളർഫുള്ളായിട്ടാണ് ഓടുന്നത്. ഇത്രയും വണ്ടികൾ ഓടുമ്പോൾ 49 സീറ്റ് ആ കോൺട്രാക്ട് ഗാരേജ് ഐറ്റത്തിൽ വരുന്ന ആ വണ്ടികളെ മാത്രം വിധവകളെപ്പോലെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം, അത് ശരിയാണോ? അതേസമയം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോർഡ് അപേക്ഷയിൽ എതിർപ്പ് പറഞ്ഞില്ല. സർക്കാർ നിയമം ഭേദഗതി ചെയ്താൽ ഏകീകൃത കളർ കോഡ് പിൻവലിക്കാൻ കഴിയും. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് STA ബോർഡിലേക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കൾ ചേർന്ന് അജു ഓവിൽ, സാബു കുറ്റിയിൽ അവരെന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇതിനു വേണ്ടി കുറേ പ്രയത്നിച്ചു, മന്ത്രിയുമായിട്ട് സംസാരിച്ചു. STA ബോർഡിലേക്ക് ഇതിനെ ഒരു ഐറ്റമായി കൊണ്ടുവരുന്നത്. ആ STA ബോർഡിൻ്റെ ഡിസിഷൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങുന്നത്. STA ബോർഡിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് STAക്ക് ഇതിനകത്തിൽ ഒബ്ജക്ഷൻ ഇല്ല, വേണമെങ്കിൽ റൂൾ അമെൻഡ് ചെയ്ത് ഗവൺമെൻറ് ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കട്ടെ എന്നാണ് STA ബോർഡിൻ്റെ തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട VD സതീശൻ സാർ മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ സാർ, ഇവരെല്ലാം യൂത്തിനും ഈ കളർഫുള്ളും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ ഒരു നിവേദനമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ അവരുടെ കയ്യിലാണ് തീരുമാനങ്ങൾ ഇരിക്കുന്നത്. കളർ കോഡ്, നിലവിലുള്ള കളർ കോഡിനെ ഒഴിവാക്കി നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 1-2 കളർ അടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരണം. അല്ല ഓവറായിട്ട് ഗ്രാഫിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കും കളർഫുൾ വണ്ടികൾ വേണം, അതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ നിലവിലുള്ളത് ഈ മന്ത്രിസഭയുടെ കയ്യിലാണ്. ഈ മന്ത്രിസഭ വിചാരിച്ചാൽ മാത്രമേ ഇനി കളറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ.